നിങ്ങൾ ദുബായിൽ ഒരു ജോലി നോക്കുന്നവരാണോ? അതായത് ഏജൻസിക്ക് 5 പൈസ കൊടുക്കാതെ നിങ്ങൾക്കൊരു ജോലി എങ്ങനെ ദുബായ് കണ്ടെത്താമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ജോലി ദുബായിൽ കണ്ടെത്താമെന്നുള്ളത്. ഹബീബി, കം ടു മൈ ചാനൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ചോദ്യമാണ്, ദുബായിൽ എങ്ങനെ ഒരു ജോലി കണ്ടെത്തും, അല്ലെങ്കിൽ ഇന്ന പ്രൊഫൈലിന് അവിടെ വേക്കൻസി ഉണ്ടോ, എങ്ങനെ ജോലി കണ്ടെത്താൻ പറ്റും, നല്ല കൺസൾട്ടൻസി ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ നിങ്ങൾക്ക് ഒരു ദുബായിലെത്തി ജോലി നോക്കാമെന്നുള്ളതിൻ്റെ A to Z സ്റ്റെപ്പ് പറയാമെന്ന് വിചാരിച്ചു. കൺസൾട്ടൻസിയെ ഞാൻ പറയത്തില്ല, കൺസൾട്ടൻസിയുടെ റെഫറൻസ് ചോദിച്ചവരോട് കൺസൾട്ടൻസി നമ്മൾ പറയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ജോലി കിട്ടാമെന്നുള്ളതും, അതായത് ഏജൻസിന് 5 പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ജോലി കണ്ടെത്താമെന്നുള്ളതിൻ്റെയും കുറച്ച് സ്റ്റെപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുറച്ച് സ്റ്റെപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദുബായ് ജോബ് മാർക്കറ്റ്. അതായത് ദുബായ് ജോബ് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെ ജോലികൾക്കാണ് ഇവിടെ ദുബായിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, നിങ്ങളുടെ പ്രൊഫൈലിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ട് അതിന് എത്രത്തോളം ഇവിടെ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ദുബായിലെ എല്ലാ മേഖലയും ഈ പറയുന്ന ഹയറിംഗ് നടക്കുന്നുണ്ട്. എന്നാലും കുറച്ച്, അതായത് ഈ ഹയറിംഗ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതലായിട്ടുള്ള കുറച്ച് മേഖലകൾ ഞാനിപ്പോൾ പറയാം. ഒന്ന് IT ആണ്, 2 ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, അതുപോലെ എഡ്യൂക്കേഷൻ. ഈ പറഞ്ഞ മേഖലകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡിമാൻഡായിട്ടുള്ളതും ഈ പറഞ്ഞ മേഖലയിലുള്ള പ്രൊഫഷണലുകളെയാണ് ഏറ്റവും കൂടുതലും ഹയർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഇല്ലെന്നല്ല, എന്നാലും കുറച്ചുകൂടെ സാധ്യത കൂടുതലുള്ളത് ഞാൻ ഈ പറഞ്ഞ മേഖലയിലുള്ള ആളുകൾക്കാണ്. ഇനി ഞാൻ ഈ 2025 മോസ്റ്റ് ഡിമാൻഡായിട്ടുള്ള കുറച്ച് ജോലികൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. അതിൽ ആദ്യത്തെ തന്നെ നേഴ്സ് ആൻഡ് ഹെൽത്ത് കെയർ സ്റ്റാഫ്. ഇപ്പോൾ നിങ്ങളൊരു നേഴ്സാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഈ 2025 നല്ല ഡിമാൻഡുണ്ട്. നിങ്ങളിൽ പലരും യൂറോപ്പിലോട്ടൊക്കെ സ്വപ്നം കണ്ട് യൂറോപ്പൊക്കെ പോകാൻ നിൽക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി യൂറോപ്പിലെ സ്വപ്നങ്ങളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ അടുത്ത ഓപ്ഷനാണ് ദുബായ് എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് പറയത്തുള്ളൂ. എന്നാൽ പോലും നിങ്ങൾ യൂറോപ്പ് പോകാൻ നിൽക്കുന്നവരോടായതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് നിങ്ങൾക്ക് ദുബായ് ഇടാം. കാര്യം ഈ 2025 ഇവിടെ ഹെൽത്ത് കെയറിൽ നല്ല വേക്കൻസി ഉണ്ട്. ഇനി അടുത്ത പ്രൊഫൈൽ എന്ന് പറയുന്നതാണ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ്. അത് പല മേഖലയിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ഡിമാൻഡുള്ള ഒരു മേഖല എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ദുബായിൽ, എസ്പെഷ്യലി നമുക്ക് വേൾഡിലുള്ളൊരു റിയൽ എസ്റ്റേറ്റ് ബൂമിംഗ് നോക്കിക്കഴിഞ്ഞാൽ ദുബായ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്പിംഗ് സിറ്റി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടം പോലെ റിയൽ എസ്റ്റേറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ കാണാം പല തരത്തിലുള്ള പല ആളുകളും പല വീഡിയോസും റിയൽ എസ്റ്റേറ്റ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പം ഈ റിയൽ എസ്റ്റേറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡും സാലറിയും ഉള്ളത്. നിങ്ങൾക്ക് സാലറി അല്ല, കമ്മീഷനാണ്. അപ്പം നിങ്ങളൊരു പ്രോപ്പർട്ടി സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷനാണ് കിട്ടുന്നത്. പക്ഷെങ്കിൽ മറ്റുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിന് നിങ്ങൾക്ക്, അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആവുന്ന ഒരാൾക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതായത് മറ്റുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് കുറഞ്ഞ കമ്മീഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നല്ലൊരു ഡീലൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ കമ്മീഷനായിട്ട് നേടാൻ പറ്റും. അടുത്തതാണ് അക്കൗണ്ടൻറ്റ്. ഞാൻ പറയില്ല, ഇവിടെ പല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ IT ഫേംസ്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്ഥാപനത്തിലും ഒരു അക്കൗണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അക്കൗണ്ടൻറ്റ് മേഖലയുള്ളവർക്ക് നല്ല ഡിമാൻഡുണ്ട്. നിങ്ങളൊരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആണ്, നിങ്ങളൊരു CA ഒക്കെ പഠിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി വലിയ സാലറി ഒന്നും കിട്ടില്ല. എന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു പ്രൊഫൈൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീൽഡാണ് ഇവിടെ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് അഡ്മിൻ ഓർ റിസപ്ഷനിസ്റ്റ്. നിങ്ങൾക്കും ഈ പറയുന്നതിൻ്റെ കൂട്ട് ഇവിടെ പല ഓഫീസുകളിലുള്ള അഡ്മിൻ ജോലികൾ, അതുപോലെ ഹോസ്പിറ്റാലിറ്റിയിലുള്ള ഹോട്ടലുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഈവൻ റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് താരതമ്യേന ചാൻസസ് കുറവാണ്, എന്നാൽ പോലും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാക്കേജും കുറവായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ള പ്രൊഫൈലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അടുത്താണ് IT സപ്പോർട്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ പറയുന്ന ഒരു IT വിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ IT സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് ഇവിടെ നല്ല ഡിമാൻഡുണ്ട്. നിങ്ങൾക്കും ഈ പറഞ്ഞതിൻ്റെ ഇവിടെ വന്ന് നല്ലൊരു ജോലി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അടുത്താണ് വെയർഹൗസ് സ്റ്റാഫ്. നമ്മൾ ഈ വെയർഹൗസ് സ്റ്റാഫ് എന്ന് പറയുമ്പം ഒരുമാതിരിപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്കെല്ലാവരും കേട്ടിട്ടുള്ളത് ഈ യൂറോപ്പിലൊക്കെ പോയിട്ട് സ്പൗസസെ പോയിട്ട് വെയർഹൗസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ണർ എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇവിടെയും വെയർഹൗസ് സ്റ്റാഫിന് വേക്കൻസീസ് ഉണ്ട്. ഒരുപാട് ജോലികൾ വെയർഹൗസ് സ്റ്റാഫിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു വെയർഹൗസ് സ്റ്റാഫിംഗ് ഒക്കെ പഠിച്ച, ഒരു വെയർഹൗസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്കിവിടെ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഡ്രൈവേഴ്സ്. ഇവിടെ
പല കമ്പനികൾക്കായാലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കായാലും ഈ പറഞ്ഞ ഒരു ഹെവി വെഹിക്കിൾ ലൈസൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നല്ല പാക്കേജ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ലൈസൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾക്കെങ്കിൽ അത് ഹെവി ലൈസൻസ് ആയാലും അല്ലെങ്കിൽ നോർമൽ ലൈസൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാനെ കൊണ്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ എസ്പെഷ്യലി ദുബായിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളതിലല്ല കാര്യം, നിങ്ങളുടെ കഴിവാണ് ഇവിടെ മാനദണ്ഡമാക്കുന്നത്. നിങ്ങൾക്കിപ്പം MBA MBA ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്കിൽഡ് ജോബ് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന അത്രയും പോലെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ പാക്കേജ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവത്തില്ല. കാര്യം ഇവിടെ സ്കില്ലാണ് നോക്കുന്നത്. നിങ്ങളുടെ സ്കില്ലിനാണ് ഇവിടെ ഡിമാൻഡ് ഉള്ളത്. നല്ല സ്കിൽഡായിട്ടുള്ളൊരു പ്രൊഫഷണലിസ്റ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് ജോലി കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല പാക്കേജ് നിങ്ങൾക്ക് ജോലി കിട്ടാനും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഒരു മാനദണ്ഡമല്ലെന്നല്ല, സർട്ടിഫിക്കറ്റ് ഒരു പാത്താണ്, പക്ഷെങ്കിൽ നിങ്ങളുടെ സ്കില്ലാണ് നിങ്ങൾക്ക് കൂടുതലും വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്കിൽഡ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ നന്നായിട്ട് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം തന്നെ ലാംഗ്വേജും നിങ്ങൾ പോളിഷ് ചെയ്യുക. ദുബായ് ആണ്, ഇവിടെ മലയാളി കമ്പനികളൊക്കെ ഒരുപാടുണ്ട്. ഒരു ചെറിയ കേരളമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും നല്ലൊരു കമ്പനിയിൽ, ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇവിടെ അറബിയാണ്, എന്നാൽ പോലും ഇതൊരു അറബിക് കൺട്രി ആണെങ്കിൽ പോലും ഇവിടെ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് പോളിഷ് ചെയ്ത് നന്നായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്യാനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പരിജ്ഞാനം നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിയാൽ നല്ല കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു ദുബായ് ജോബ് മാർക്കറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബെസ്റ്റ് ഫ്രീ ജോബ് പോർട്ടൽസ് ഇൻ ദുബായ് അല്ലെങ്കിൽ UAE. ഇവിടെ പല തരത്തിലുള്ള ജോബ് പോർട്ടലുകളുണ്ട്. ഇതിനകത്തിൽ ഒന്നിനും നിങ്ങൾ പൈസ മുടക്കണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഫൈൻഡിങ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ കമ്പനികൾക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഈ ഒരു ജോബ് പോർട്ടലിനും നിങ്ങൾ 5 പൈസ കൊടുക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞാൻ അങ്ങനെയുള്ള കുറച്ച് ഫ്രീ ആയിട്ടുള്ള കുറച്ച് ജോബ് പോർട്ടലുകൾ ഏതൊക്കെയാണെന്ന് പറയാം. നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്, നിങ്ങൾക്കൊരു ഹെൽത്ത് കെയർ മേഖലയിൽ ദുബായിലാണ് നിങ്ങൾ ജോലി നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പോർട്ടൽ എന്ന് പറയുന്നത് ദുബായ് DHA, ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ജോലികളും നിങ്ങൾക്ക് കിട്ടും. അതായത് അവിടെ വേക്കൻസീസ് ലിസ്റ്റ് ചെയ്യും. അത് ഗവൺമെൻറ് ആവാം, പ്രൈവറ്റ് ആവാം, പല തരത്തിലുള്ള NMC ആവാം, പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളുടെ എല്ലാം ജോലികൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യും. കാര്യം നിങ്ങൾക്കത് 100% ജെനുവിനായിട്ട് വിശ്വസിക്കാം. കാര്യം അത് ദുബായ് ഗവൺമെൻറ്റിൻ്റെയാണ്. ഇനി ബാക്കിയുള്ള പ്രൊഫഷണലിസ്റ്റുകൾക്കുള്ള ജോബ് പോർട്ടലുകൾ എന്ന് പറയുന്നത് LinkedIn, Bayut.com, Indeed.ae, Naukri.gulf.com, Dubisil Jobs, GulfTalent.com. ഈ പറഞ്ഞ സൈറ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ജോലി ഇവിടെ ഹണ്ട് ചെയ്യാനെ കൊണ്ടുള്ള ജോബ് പോർട്ടൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജോബ് പോർട്ടലെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ആരും പൈസ മുടക്കണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ജോബ് പോർട്ടലിലൊക്കെ നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ പറഞ്ഞ പോർട്ടലിലെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ജോലി കണ്ടെത്താമെന്ന്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് പറയട്ടെ, നിങ്ങളുടെ പ്രൊഫൈൽ ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ തന്നെ ഉണ്ടാക്കി വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള CV തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ഒരു കവർ ലെറ്റർ ഉണ്ടായിരിക്കണം. ഇത് നല്ലൊരു ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ഈ പറയുന്ന പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം വളരെ എന്താ പറയുക, ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു പ്രൊഫൈൽ നിങ്ങൾ ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് ഒരു കമ്പനി നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. അത് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും വെച്ചിരിക്കണം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോവാം. അടുത്ത സ്റ്റെപ്പാണ് ഹൗ ടു റൈറ്റ് എ ദുബായ് സ്റ്റൈൽ CV. അതായത് ഒരു ദുബായിയുടെ ഒരു രീതിക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോയാണ്. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ വിസ സ്റ്റാറ്റസ്. ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ഇല്ല, അപ്പോൾ നിങ്ങളത് മെൻഷൻ ചെയ്യണം. ഇനി ഇവിടെ ഒരു വിസിറ്റ് വിസ വന്നിട്ട് നോക്കുന്നവരാണ് നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് എടുക്കണം. അതല്ല നിങ്ങളിനി ഒരു സ്പൗസ് വിസ വന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വിസ വന്നിട്ട് ഫാമിലി വിസ വന്നിട്ട് നോക്കുന്നവരാണ് നിങ്ങൾ അതും മെൻഷൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ഇത്രയാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിലിൽ നിങ്ങൾ വെക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരീഡ്, അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അടുത്താണ് സ്കിൽസ്. നിങ്ങളുടെ സ്കിൽസുകൾ എന്തൊക്കെയാണോ അതല്ല, അതായത് ഓരോ പ്രൊഫഷനും ഓരോ സ്കില്ലുകളാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ പ്രൊഫൈൽ അനുസരിച്ചിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഇറങ്ങി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർ, ഇപ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതൊക്കെ അറിയാമെങ്കിൽ ആ സോഫ്റ്റ്വെയറുകൾ മെൻഷൻ ചെയ്യുക. അതുപോലെ ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. അങ്ങനെയുള്ള
അങ്ങനെയുള്ള ഇനി AI ടൂളുകൾ ഏതൊക്കെ അറിയാമെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പല രീതിയിലുള്ള നിങ്ങളുടെ പ്രൊഫൈലിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷന് ഏതൊക്കെ സ്കില്ലുകളാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും കഴിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ പറയുന്ന സ്കില്ലെന്ന് പറയുന്ന കോളത്തിനകത്ത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇനി അടുത്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ എഡ്യൂക്കേഷൻ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാം എന്തൊക്കെ എഡ്യൂക്കേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ വെക്കാം. ഇനി നിങ്ങൾ എന്തെങ്കിലും ഈ ട്രെയിനിങ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെക്കാം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വെക്കാം. ഇനി ട്രെയിനിങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെക്കാം. നിങ്ങളിനി അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ എഡ്യൂക്കേഷൻ കോളത്തിനകത്തിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്തതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഈവൻ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെന്നുള്ള ഒരു അക്കൗണ്ടൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതൊക്കെ മേഖല നിങ്ങളൊരു ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വെക്കാം. ഈ ഫ്രീലാൻസ് വെക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഫ്രീലാൻസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് വെക്കുന്നതാണ്. കാര്യം നാളെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഫ്രീലാൻസ് വർക്ക് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾ കാണിക്കാമെങ്കിൽ നിങ്ങളത് കാണിക്കാനും നിങ്ങളുടെ കയ്യിൽ ആ പ്രൊജക്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ ഈ ലാംഗ്വേജ് കോളത്തിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇംഗ്ലീഷ് വെക്കണം. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് വെക്കുക. ദെൻ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറബി അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം അറബി വെക്കണം. കാര്യം അറബി അറിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ മൂന്നാമത് വെക്കേണ്ടത് മലയാളമല്ല, ഹിന്ദിയാണ്. കാര്യം ഈ രണ്ട് ഭാഷയും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾ മലയാളവും ഇവൻ തമിഴ് അറിയാവുന്നതാണെങ്കിൽ തമിഴും വെക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ എൻ്റെ മാതൃഭാഷ മലയാളമാണ് അതുകൊണ്ട് ഞാൻ ആദ്യം മലയാളം വെക്കുമെന്ന് പറയരുത്, അല്ലെങ്കിൽ അങ്ങനെ വെക്കരുത്. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇവിടെ ഏതൊക്കെ ലാംഗ്വേജ് ആണോ സംസാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ലാംഗ്വേജ് ഓർഡർ അനുസരിച്ച് വേണം നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് അതിൽ നിങ്ങൾ വെക്കാനൊക്കെ ഉണ്ട്. ഈവൻ ഇനി നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഈ IELTS ഒക്കെ എഴുതി IELTSൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. അതും നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ നിങ്ങൾ CV-യിൽ ഫോട്ടോ നിങ്ങളുടെ നല്ലൊരു എക്സിക്യൂട്ടീവ് ഫോട്ടോ, ഒരു പ്രൊഫഷണൽ ഫോട്ടോ നിങ്ങൾ എപ്പോഴും ആഡ് ചെയ്യണം. കാര്യം ഫോട്ടോ ആഡ് ചെയ്ത് നിങ്ങളുടെ മേലിലെ കോളത്തിൽ തന്നെ ഫോട്ടോ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫോർമാറ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഫോർമാറ്റ് എപ്പോഴും PDF ഫോർമാറ്റ് ആക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് 1 MB താഴെയുള്ള ഫോർമാറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. കാര്യം പല സൈറ്റുകളും പല കമ്പനിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും 1 MB താഴെയുള്ള PDF ഫോർമാറ്റായിട്ടുള്ള CV ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്ത് വെച്ചേക്കുക. എക്സ്പോർട്ട് ചെയ്യുക, PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 1 MB താഴെയുള്ള ഫയൽ എക്സ്പോർട്ട് ചെയ്യുക. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്, അതായത് ദുബായ് CV-ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്തത് എങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാവുന്ന. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലി ടാലൻറ്റഡ് ആയിരിക്കണം, നിങ്ങൾക്ക് ഹൈലി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, നിങ്ങളെ അത്ര ഡിമാൻഡ് ആയിരിക്കണം. നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങൾക്ക് വെൽ പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ ഒരു കമ്പനി ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യത്തുള്ളൂ. കാര്യം ഇവിടെ ഒരുപാട് ആളുകൾ വിസിറ്റ് വിസയിലും അല്ലെങ്കിൽ ജോബ് സീക്കർ വിസയിലും വന്നിട്ട് ഈ പറയുന്ന ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഒരു കമ്പനി നോക്കുമ്പോൾ അവർക്ക് അതല്ലേ ലാഭം. കാര്യം ഇവിടെ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിസ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളെ നാട്ടിൽ നിന്ന് ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ, നിങ്ങളുടെ എയർ ടിക്കറ്റ് ഇതെല്ലാം കമ്പനി നിങ്ങൾക്ക് മുടക്കി വേണം കൊണ്ടുവരാൻ. അപ്പോൾ അതെല്ലാം മുടക്കി ഒരു കമ്പനി നിങ്ങളെ ഇവിടെ ഈ ദുബായിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലി ടാലൻറ്റഡ് ആയിരിക്കണം. അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ജോലി കിട്ടും. എന്തായാലും ഞാൻ എങ്ങനെ ഇന്ത്യയിൽ നിന്ന് അയക്കണമെന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ജോലി അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യമൊന്നും ഞാൻ ബേസിക്കായിട്ട് പറയാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് UAE ഫോക്കസ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം നിങ്ങൾ ആ UAE ഫോക്കസ് ചെയ്തിട്ടുള്ള ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിലുള്ള ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ദുബായ് ഫോക്കസ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡിന് നിങ്ങളുടെ റീജിയനിൽ ദുബായ് വെച്ചിട്ട് അല്ലെങ്കിൽ UAE വെച്ചിട്ട് വേണം നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് എംപ്ലോയേഴ്സിന് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ജോബ് പോർട്ടലുകൾ വഴി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരത്തില്ല. അതെങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ ഡയറക്റ്റ് എംപ്ലോയീസിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഞാനീ പറഞ്ഞ നിങ്ങൾ ലിങ്ക്ഡിനിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡീഡിലോ ഡുബിസിലൊക്കെ പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ജോബ് ഫൈൻഡിങ്സ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരും ഡയറക്റ്റ് കമ്പനിയുടെ പേര് വരും. ഇന്ന കമ്പനിയിലേക്കാണ് നിങ്ങളെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഹയർ ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പനിയുടെ പേര് എടുത്തിട്ട് നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. എടുത്തിട്ട് ഡയറക്റ്റ് നിങ്ങൾ വെബ്സൈറ്റ് വഴി ഈ പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ അവരുടെ മെയിൽ ഐഡിയോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് പേഴ്സൻ്റെ നമ്പറോ അങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മെയിൽ ഐ ഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊരു മെയിൽ അയക്കാം. നിങ്ങൾക്ക് മെയിൽ അയച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടു, എൻ്റെ പ്രൊഫൈൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ടെന്നൊരു നല്ലൊരു കവർ
കവർ ലെറ്റർ ഒക്കെ വെച്ച് ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങളെക്കുറിച്ച് കൊടുത്തിട്ട് ഒരു മെയിൽ നിങ്ങൾക്ക് അയക്കാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഒരു വാട്സപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പക്ക ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു ഏതാണോ നിങ്ങളുടെ അവിടുത്തെ ഇൻ്റർവ്യൂർ അല്ലെങ്കിൽ HR എന്ന് പറയുന്ന പേഴ്സൺ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി നിങ്ങൾ ക്യാച്ച് ചെയ്യുകയാണ് ആ ഒരു കമ്പനിയുടെ പേഴ്സണെ. അപ്പം നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതങ്ങനെ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പർ കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനിയുടെ മെയിൽ വഴി അയക്കുക. ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനിയുടെ സൈറ്റിൽ കയറിയാൽ തന്നെ അപ്ലൈ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഈ പറഞ്ഞിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് CV യും കവർ ലെറ്ററും ഒക്കെ അറ്റാച്ച് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് കമ്പനിക്കായിരിക്കും പോകുന്നത്. നാട്ടിൽ നിന്ന് ചെയ്യുന്നവർ നിങ്ങളെപ്പോഴും ഡയറക്റ്റ് കമ്പനിക്ക് അയക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈവൻ ഇൻ്റർവ്യൂ കോളെങ്കിലും വിളിക്കാൻ സാധ്യത ഉള്ളൂ. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ മാത്രമായിരിക്കത്തില്ല, ഒരുപാട് ആളുകളായിരിക്കും ഈ പറയുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ട് കമ്പനികളുടെ ഇമെയിലിലേക്ക് അവരുടെ CVs അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ അവർ മെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഫോളോ ചെയ്തെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി കഴിയുമ്പം ഓക്കെ ഇങ്ങനെ ഒരാൾ അയച്ചിട്ടുണ്ടല്ലോ നോക്കട്ടെ എന്ന് ചിലപ്പോൾ നിങ്ങൾ CV നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അവർ ഇൻ്റർവ്യൂ കോൾ ചെയ്യും. ഇനി അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഈ ദുബായ് ജോബ് സീക്കേഴ്സ് ഫേസ്ബുക്ക് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങളിങ്ങനെ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആയാലും നിങ്ങൾ ആഡ് ആവാൻ നോക്കുക. കാര്യം അങ്ങനെ ഈ ഗ്രൂപ്പുകളിൽ ആഡ് ആവുന്ന കാര്യം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു ഗ്രൂപ്പുകളിൽ വരുന്ന ഒരുപാട് വേക്കൻസീസ് വരും. അതിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ CV അയക്കാൻ പറ്റും. പിന്നെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പറയാലോ സ്കാംസ് ഉണ്ടാവും. അപ്പം സ്കാമൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് 100% ജെന്യുവൻ ആണെന്ന് തോന്നുന്നിടത്ത് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവൂ. സോ അപ്പോൾ ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ UAE അല്ലെങ്കിൽ ദുബായിലുള്ള ഒരു കമ്പനികൾക്ക് അല്ലെങ്കിൽ എങ്ങനെ ദുബായിലുള്ള ജോലികൾ എങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്നു അപ്ലൈ ചെയ്യുന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹൗ ടു സ്പോട്ട് ആൻഡ് അവോയ്ഡ് ഫേക്ക് ഏജൻറ്റ്സ്. എങ്ങനെ നിങ്ങൾക്ക് ഒരു ഫേക്ക് ഏജൻറ്റിനെ കണ്ടെത്താം, അവരെ എങ്ങനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ അവരെ എങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നിങ്ങൾ നാട്ടിൽ നിന്നുള്ളവരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും. നിങ്ങൾ 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര 5000 ദിർഹംസ് അല്ലെങ്കിൽ 6000 ദിർഹത്തിൽ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ ജോലിയൊക്കെ തരാമെന്നുണ്ട് ഒരുപാട് കമ്പനികൾ വരും. ഈ കമ്പനികളൊക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ എല്ലാം തരുന്നതിന് മുമ്പ് ഇവർ നിങ്ങളോട് പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വിസ ചാർജ് എന്ന് പറഞ്ഞോ നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം അവരൊരു ഫേക്ക് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയിൽ നിങ്ങൾ പോകരുത്. ഇനി നിങ്ങളൊരു ഏജൻസി വഴി പോയി നിങ്ങൾക്ക് ആ ഏജൻസി ഒരു ഓഫർ ലെറ്റർ അയച്ചു തന്നു, ഇതാണ് നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഓഫർ ലെറ്റർ തന്നാൽ ഈ ഓഫർ ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓഫർ ലെറ്റർ തന്ന കമ്പനിയുടെ മെയിൽ അഡ്രസ് ആണോ, ഒഫീഷ്യൽ മെയിൽ അഡ്രസ് ആണോ, അവരുടെ കോൺടാക്ട് നമ്പർ ഒഫീഷ്യൽ കോൺടാക്ട് നമ്പർ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ കമ്പനിയുടെ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ കമ്പനിയുടെ നെയിമോ കോൺടാക്ട് നമ്പറോ ഒന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തന്ന കമ്പനിയുടെ മെയിൽ ഐ ഡിയും കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ കമ്പനിയുടെ മെയിൽ ഐ ഡിയിലോട്ട് ഒരു മെയിൽ അയക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ദുബായ് നിൽക്കുന്ന വിസിറ്റേഴ്സിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കമ്പനിയിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ചോദിക്കുക ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്, ഇങ്ങനെ നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടി എന്ന് പറയുമ്പോൾ അവരത് സ്ഥിരീകരിക്കുകയാണ് ഓക്കെ നമ്മളാണ് പ്രൊവൈഡ് ചെയ്തത് എന്ന് പറഞ്ഞ് 100% ആ കമ്പനി നിങ്ങൾക്ക് അവരുടെ ആണെന്ന് അവർ ഉറപ്പ് തന്നാൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ ഏജൻസിൻ്റെ പൈസ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടോ പോകാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഏജൻറ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് അവർ ഏജൻറ്റാണ്, അവർക്ക് ദുബായിൽ അല്ലെങ്കിൽ UAE ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അവർ വലിയ സംഭവമാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യം അവരുടെ ട്രേഡ് ലൈസൻസ് കാണിക്കാൻ പറയാം. അല്ലെങ്കിൽ അവരുടെ ട്രേഡ് ലൈസൻസ് നിങ്ങൾ അവരോട് മേടിക്കുക. ഈ ട്രേഡ് ലൈസൻസ് മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഈ കമ്പനി ഓതറൈസർ ആണോ, രജിസ്റ്റേർഡ് കമ്പനിയാണോ, എന്തെങ്കിലും ഫേക്ക് കമ്പനിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവരോട് തന്നെ പറയുക, ഇവർ ജോലി മേടിച്ച് കൊടുത്തിട്ടുള്ള ക്ലയൻറ്റുകളുണ്ടെങ്കിൽ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവരോട് നിങ്ങൾ ചോദിച്ചിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച് 100% ജെന്യുവൻ ആണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഏജൻസിക്ക് പൈസ കൊടുക്കാവൂ, ഏജൻസി ത്രൂ നിങ്ങൾ ജോലിക്ക് ശ്രമിക്കാവൂ. അടുത്ത സ്റ്റെപ്പാണ് വിസ ആൻഡ് ലീഗൽ ഇൻഫർമേഷൻസ്. നാട്ടിൽ നിന്ന് ദുബായിലേക്ക് UAE വന്നൊരു ജോലി നോക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോബ് ഓഫർ ലെറ്ററിൻ്റെ ആവശ്യമില്ല ദുബായിലോട്ട് വരാൻ. നിങ്ങൾക്ക് 2 രീതിയിൽ ദുബായിലോട്ട് വന്ന് ജോലി നോക്കാം. ഒന്ന് 90 ഡേയ്സ് വിസിറ്റ് വിസ, 90 അല്ല 60 ഡേയ്സ് 90 ഡേയ്സ് ഉണ്ട് വിസിറ്റ് വിസ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, എടുത്ത് നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി നോക്കാം. അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ
ജോബ് സീക്കർ വിസയുണ്ട്. ജോബ് സീക്കർ വിസയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് വിസ കിട്ടി. നിങ്ങൾക്ക് ജോബ് സീക്കർ വിസയിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി നോക്കാം. വൺസ് നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് നിങ്ങളുടെ എംപ്ലോയറാണ് നിങ്ങൾക്ക് റെസിഡൻസ് വിസ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എംപ്ലോയറാണ് നിങ്ങൾക്ക് വിസ തരുന്നതെന്ന്. ഈ എംപ്ലോയർ വിസ തരുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് 5 പൈസ നിങ്ങൾക്ക് മുടക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിസയുടെ കോസ്റ്റ് എല്ലാം മുടക്കുന്നത് എംപ്ലോയറാണ്. നിങ്ങളൊരു ഏജൻസി വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏജൻറ്റ് പറയുകയാണ് വിസയ്ക്ക് 6000 ദിർഹംസ് 7000 ദിർഹംസ്, അതായത് നാട്ടിൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചു അത് സ്കാമാണ്, നിങ്ങളിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കളികളാണ്. അപ്പോൾ അങ്ങനെ കാര്യം ഇവിടെ നിങ്ങളൊരു കമ്പനി എടുത്താൽ നിങ്ങളുടെ കമ്പനിയാണ് നിങ്ങൾക്ക് വിസ തരേണ്ടത്. അത് വിത്തൗട്ട് എനി പേയിങ്, നിങ്ങൾ 1 രൂപ പോലും കൊടുക്കാതെയാണ് നിങ്ങൾക്ക് വിസ തരുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ജോലിയെല്ലാം കിട്ടി നിങ്ങൾ ലേബർ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷമാണ് നിങ്ങളുടെ വിസ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കിട്ടുന്നത്. നിങ്ങളുടെ വിസിറ്റ് വിസയിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആദ്യം മാറ്റും, നിങ്ങൾ റെസിഡൻസ് വിസ ആവും. അതിനുശേഷം നിങ്ങൾക്കൊരു മെഡിക്കൽ ഉണ്ടാവും. മെഡിക്കലിൽ നോക്കുന്നത് എക്സ്റേ എടുക്കും. എക്സ്റേക്കകത്തിൽ നോക്കുന്നത് TB ഉണ്ടോ എന്നാണ് നോക്കുന്നത്. 2 മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ടെസ്റ്റിന് നോക്കുന്നത് നിങ്ങൾക്ക് HIV ഉണ്ടോ എന്ന്. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. ഇത് 2 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അപ്പം തന്നെ ഡിപ്പോർട്ട് ചെയ്യും. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ പാസ്സായാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി ആണ്. അതിന് നിങ്ങളുടെ തമ്പിംപ്രഷൻ, നമ്മുടെ നാട്ടിൽ ആധാർ കാർഡ് പോലെ തന്നെ തമ്പിംപ്രഷൻ ഉണ്ട്. അത് എമിറേറ്റ്സ് ഐ ഡിക്ക് നിങ്ങൾ വൺസ് നിങ്ങൾ തമ്പിംപ്രഷൻ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് എത്ര വിസ എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡിക്ക് തമ്പിംപ്രഷൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ മെഡിക്കൽ ഓരോ വിസ ചേഞ്ച് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മെഡിക്കൽ എടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഈ തമ്പിംപ്രഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ വിസ അപ്രൂവലായി കിട്ടും. ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി കിട്ടും. ഈ എമിറേറ്റ്സ് ഐ ഡി വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് കാര്യം പറ്റത്തുള്ളൂ. ഈവൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, സിം എടുക്കാൻ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ, അങ്ങനെ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഈവൻ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി കാണിക്കണം. ഈ എമിറേറ്റ്സ് ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ രാജാവ് എന്നാണ് പറയുന്നത്. ഇത് എമിറേറ്റ്സ് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്തും ആക്സസ് ആണ്. അപ്പം എമിറേറ്റ്സ് ഐ ഡി കിട്ടിയതിന് ശേഷമാണ് നിങ്ങളൊരു റെസിഡൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്പുകൾ. ഇനി ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ പറയാം. അത് നിങ്ങളുടെ ചാൻസിനെ ബൂസ്റ്റ് ചെയ്യാനെ കൊണ്ടുള്ള ടിപ്സാണ് പറയാൻ പോകുന്നത്. അതിൽ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്, നിങ്ങളൊരു ഫ്രീലാൻസർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ റിമോട്ട് വർക്ക് ചെയ്യാനെ കൊണ്ടുള്ള നിങ്ങളുടെ കഴിവിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ മാക്സിമം ഇത്ര ടൈം പീരീഡിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫ്രീലാൻസ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഇതുപോലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കുക. നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു വീഡിയോ CV നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നിങ്ങളുടെ CVയോടൊപ്പം തന്നെ നിങ്ങളൊരു വീഡിയോ CV നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളെക്കുറിച്ച് പറയുന്ന നിങ്ങളുടെ ഒരു വീഡിയോ CVയും കൂടെയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ CV ഒക്കെ അയക്കുന്ന കൂട്ടത്തിൽ അയച്ചാൽ അതൊക്കെ നിങ്ങളുടെ ചാൻസിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനെ കൊണ്ടും കുറച്ചുകൂടെ ഗ്രോ ചെയ്യാനെ കൊണ്ടുള്ള നല്ല ചാൻസ്. അതായത് ഈ വീഡിയോ CV അയക്കുമ്പോൾ നിങ്ങൾ ലാംഗ്വേജ് പഠിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വീഡിയോ CV പ്രിപ്പയർ ചെയ്ത് അയച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും. സോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതായത് 1 ദിർഹം പോലും മുടക്കാതെ അല്ലെങ്കിൽ 1 രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ദുബായിൽ UAE ഒരു ജോലി കിട്ടാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അതിന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൂടെ വേണം. ശരിയായ തീരുമാനം എടുക്കണം. അതുപോലെ നല്ല സെർച്ചിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും വേണ്ട കാര്യം കുറച്ച് ക്ഷമയാണ്. മറ്റേ ജിത്തു ജോസഫ് എൻ്റെ സിനിമയ്ക്ക് ദൃശ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷമ വേണം, സമയമെടുക്കും. അതുപോലെ തന്നെ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് കിട്ടത്തില്ല. ക്ഷമ വേണം. നന്നായിട്ട് ക്ഷമിച്ച് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. റിജക്ഷൻസ് ഒരുപാടുണ്ടാവും. 100 CV അയക്കുമ്പോൾ ചിലപ്പോൾ 1 or 2 ഇൻ്റർവ്യൂ കോളായിരിക്കും വരുന്നത്. ആ ഇൻ്റർവ്യൂ കോളും ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനും പോകുന്നില്ല. അങ്ങനെ പോയാൽ പോലും നിങ്ങൾ തളരരുത്. അല്ലെങ്കിൽ എനിക്ക് ഇനി കിട്ടുന്നില്ല, ഞാൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്കൗട്ട് അടിക്കരുത്. കിട്ടുന്നത് വരെ ശ്രമിക്കുക, കിട്ടുന്നവരെ നിൽക്കുക, കിട്ടുന്നവരെ ശ്രമിക്കുക. കാര്യം ഇവിടെ വൺസ് വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. ക്ഷമയോടുകൂടി ഇരിക്കുക. മറ്റേ പറയത്തില്ലേ, ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം തരുമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് നമ്മുടെ ആട്ടിൻ സൂപ്പ് കിട്ടും. ആ ആട്ടിൻ സൂപ്പ് കിട്ടുമെങ്കിൽ നമ്മൾ വളരെ ക്ഷമിച്ചങ്ങോട്ട് ഇരിക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നന്നായിട്ട് അലയണം, അലഞ്ഞ് പട്ടിണി കിടന്ന് അലഞ്ഞ് നല്ല കഷ്ടപ്പെട്ടങ്ങോട്ട് എനിക്ക് ജോലി കിട്ടുമെന്നുള്ള രീതി തന്നെ ആ ഒരു ഉറച്ച കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. വെറുതെ സ്കാമേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് തല വെച്ച് കയ്യിലിരിക്കുന്ന പൈസ ഒന്നും കളയാൻ നിൽക്കരുത്. അങ്ങനെ പോയ ഒരുപാട് ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ തന്നെ മതി നമ്മുടെ വഴി വെട്ടാൻ. നമ്മളൊരു വഴി വെട്ടി ആ വഴിയെ സഞ്ചരിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ച് എങ്ങനെ ജോലി കിട്ടാം എന്ന് ചോദിച്ച
ചോദിച്ച നിങ്ങളെല്ലാവരോടുള്ള മറുപടിയാണിത്. ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഏജൻസി ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതിൻ്റെ കൂട്ട് നിങ്ങൾക്ക് കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഇവിടുത്തെ ജോലിയെക്കുറിച്ചും ഇവിടുത്തെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ കരിയർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും മാസലാമ.